നമസ്കാരം, സ്വാഗതം. ചക്കുളത്തമ്മയുടെ തിരുനടയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചക്കുളത്തമ്മയ്ക്ക് പൊങ്കാലയാണ്. നിറഞ്ഞു തൂവുന്ന അനുഗ്രഹം ദേവിയിൽ നിന്ന് സ്വീകരിക്കാനെത്തിയ ഭക്തരാൽ ചക്കുളത്ത് ക്ഷേത്ര പരിസരം ഇന്നലെ തന്നെ നിറഞ്ഞു. എല്ലാ വഴികളിലും പൊങ്കാലക്കലങ്ങൾ നിറയുന്ന പൊങ്കാല, കാർത്തിക പൊങ്കാല ഇന്നാണ്. ദേവിക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള ഒരുക്കങ്ങളുടെ സ്ത്രീകൾ ഇന്നലെ മുതൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ശർക്കര പായസം, ഉണക്കലരിച്ചോറ്, പാൽ പായസം തുടങ്ങി വിവിധ തരം പൊങ്കാലകളാണ് ഭക്തർ തയ്യാറാക്കുന്നത്. ഒട്ടേറെ ഭക്തർ ഇന്നലെ രാത്രി മുതൽ കഞ്ഞിയും പുഴുക്കും തയ്യാറാക്കി വഴിപാടായി നൽകിയിട്ടുണ്ട്. തിരുവല്ല, ചെങ്ങന്നൂർ, പൊടിയാടി, മാവേലിക്കര, കിടങ്ങറ, എടത്വ, നീരാറ്റുപുറം തുടങ്ങി വിവിധ ദിക്കുകളിലേക്കുള്ള റോഡുകളിലെല്ലാം പൊങ്കാലക്കലങ്ങൾ നിരന്നിട്ടുണ്ട്. കഴിഞ്ഞ ഏറെ വർഷക്കാലമായി ഇവിടെ പൊങ്കാല അർപ്പിക്കാനെത്തി വരുന്ന ഭക്തജനങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണവും മറ്റും ചില വ്യക്തികൾ നൽകി വരുന്നു. ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ പുരുഷന്മാരെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. ഇന്ന് പൊങ്കാല ചടങ്ങുകൾ തീരുന്നത് വരെ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക പൊങ്കാലയോടനുബന്ധിച്ച് തിന്മയുടെ പ്രതിരൂപമായി ഉയർത്തിയ കാർത്തിക സ്തംഭം ഇന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപായി കത്തിക്കുകയും തുടർന്ന് നന്മയുടെ പ്രതീകമായി ലക്ഷദീപം തെളിയിക്കുകയും ചെയ്യും. ഏകദേശം 40 അടി ഉയരമുള്ള കവുങ്ങിൻ തടിയിൽ കഴിഞ്ഞ ഒരു വർഷം ദേവിക്ക് ചാർത്തിയ ഉടയാടകളും കവുങ്ങിൻ പാളയും തെങ്ങോലയും വാഴക്കച്ചിയും പടക്കങ്ങളും കെട്ടിയാണ് സ്തംഭം തയ്യാറാക്കിയിരിക്കുന്നത്. അതിവിശിഷ്ടമായൊരു ചടങ്ങിലേക്ക് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഇത് കാണുവാനും പൊങ്കാല അർപ്പിക്കാനുമായി ഇന്നിവിടെ എത്തിയത്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിലെ പൊങ്കാലയോടനുബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്തു നിന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഈ പൊങ്കാല അർപ്പിക്കാൻ ഈ ചടങ്ങിൽ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്.
തിരക്കിനിടയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാര്യയും മകനും ഇവിടെ തൊഴാനായിട്ട് എത്തിച്ചേരുന്നു. ദുരിതവാരോതി നടുവിൽ നിന്നെ കരകൈ തേടണേ ഭഗവതി ചക്കോള തമ്മ ലോകമാതാവൻ ശരണം ഗേണേ അംബികേ. വിശ്വാസസാഗരം സാക്ഷിയാക്കി ചക്കുളത്തമ്മയ്ക്ക് പൊങ്കാല നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 9-നാണ് പൊങ്കാല വിളിച്ചൊല്ലി പ്രാർത്ഥന നടന്നത്. അതിനുശേഷം പൊങ്കാല നടക്കാൻ ഈ മഴക്കാലമായതുകൊണ്ടും ചില കാരണങ്ങൾ കൊണ്ടതും അല്പം താമസിക്കുകയുണ്ടായി. മാനേജിംഗ് ട്രസ്റ്റി മണിക്കുട്ടൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ച ചടങ്ങിലാണ് പൊങ്കാല ഉദ്ഘാടന പരിപാടികൾ നടന്നത്. മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി പൊങ്കാല അടുപ്പിന് തീ കൊളുത്തി. വാർപ്പിലേക്ക് അരി പകരുകയും ചെയ്തത് അദ്ദേഹം തന്നെയാണ്. അശോകൻ നമ്പൂതിരി, രഞ്ജിത്ത് നമ്പൂതിരി തുടങ്ങിയ ആൾക്കാരും ദുർഗാദത്ത നമ്പൂതിരി എന്നിവരൊക്കെ മുഖ്യ കാർമ്മികത്വം വഹിച്ച ചടങ്ങായിരുന്നു ഇന്ന് നടന്നത്. ഇത്തവണ 15 ലക്ഷത്തിലേറെ ആൾക്കാർ വന്ന് പൊങ്കാല ഇടുന്നുവെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ നമ്മളടുത്ത് പറഞ്ഞത്. 10 മണിക്കാണ് ഭക്തർ കാത്തിരിക്കുന്ന മുഹൂർത്ത ചടങ്ങ് ആരംഭിച്ചത് എന്ന് കരുതിയിരുന്നെങ്കിലും അല്പം കൂടെ താമസിക്കുകയുണ്ടായി. മഴക്കാരം മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കാം. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അതിശക്തമായ വെയിലൊന്നുമില്ലാതെ വളരെ സന്തോഷപ്രദമായ ഒരു പൊങ്കാലയ്ക്ക് ഇന്ന് ഈ ദിവസം സാക്ഷ്യം വഹിക്കുകയാണ്. ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഓരോരുത്തർക്കും വിളിച്ചു ചൊല്ലി പ്രാർത്ഥനകളുണ്ടല്ലോ. ഈ നിറയുന്ന പൊങ്കാല അടുപ്പിൻ്റെ ഈ തിളച്ചു തൂവുന്ന പൊങ്കാല അർപ്പിക്കുന്നത് സാക്ഷാൽ ചക്കുളത്തമ്മയ്ക്കാണ്. അമ്മ എല്ലാ കാര്യവും സാധിച്ചു തരുമെന്ന് വർഷങ്ങൾ കൊണ്ട് പൊങ്കാലയെടുക്കുന്ന സ്ത്രീകൾ ഇവിടെ പറയുകയുണ്ടായി. ഈ ക്ഷേത്രത്തെ മുന്നിൽ തന്നെ വലിയ വാർപ്പ് വെച്ച് അതിൽ അമ്മയ്ക്കുള്ള പൊങ്കാല അർപ്പിക്കുന്നുണ്ട്. ചുറ്റും ധാരാളം ഭക്തജനങ്ങൾ ബന്ധുക്കളുമെല്ലാം ചേർന്ന് ഇവിടെ സോപാനത്തിലും മറ്റും ഇവിടെ കാത്തിരിക്കുകയാണ്. അനേകായിരങ്ങൾ പൊങ്കാല അർപ്പിക്കുന്നത് രോഗം മാറാൻ, സാമ്പത്തിക അഭിവൃദ്ധിക്ക്, മംഗല്യം നടക്കാൻ, വീട് വയ്ക്കാൻ, കടബാധ്യത തീരാൻ, അങ്ങനെ ആരോഗ്യത്തോട് ജീവിക്കാൻ, അങ്ങനെ 100 കണക്കിന് അപേക്ഷകളാണ് അമ്മയുടെ മുമ്പിലുള്ളത്. അതിനുവേണ്ടിയാണ് എത്രയോ വിദൂരങ്ങളിൽ നിന്ന് പോലും ആയിരക്കണക്കിന് സ്ത്രീകൾ ഈ പുകയും
വെയിലും മഞ്ഞും മഴയുമേറ്റ് ഈ പൊങ്കാല അടുപ്പിന് മുന്നിൽ ഈ ക്ഷേത്ര പരിസരത്ത് ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഓരോ സ്ത്രീകളും ഇവിടെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് പൊങ്കാല അർപ്പിക്കുന്നത്. എത്രയ്ക്കും ഭക്തി ആഴത്തിൽ പതിഞ്ഞ മനസ്സുമായിട്ടാണ് ഓരോ ഭക്തജനങ്ങളും ഓരോ വനിതകളും ഈ ക്ഷേത്രത്തിലെത്തി സ്വന്തം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ചക്കുളത്തമ്മയുടെ ഈ പൊങ്കാല വർഷങ്ങൾ കൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഓരോ തവണയും അടുത്ത വർഷത്തേക്ക് വേണ്ടിയുള്ള പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് മുന്നിലുള്ള ക്ഷേത്രക്കുളത്തിലും മറ്റും ധാരാളം പേർ ഇരിക്കുന്നുണ്ട്. പൊങ്കാലയുടെ സമയം കഴിയാറായി. ഇനി ഭണ്ഡാര അടുപ്പിന് തീ അണച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പുണ്യാഹമൊക്കെ തളിച്ച് പൊങ്കാല ഏകദേശമൊക്കെ പൂർത്തിയാകുന്ന സമയത്ത് പൊങ്കാലയ്ക്ക് മുകളിൽ ആ തീർത്ഥമൊക്കെ തളിച്ച് പൊങ്കാല എടുത്ത് അവർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങുകളുണ്ട്. ഈ ക്ഷേത്രത്തിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് റോഡിൻ്റെ ഇരുവശങ്ങളിലും തിങ്ങി നിറയുന്ന വനിതകളെ നമുക്ക് കാണാം. പൊങ്കാലയിടാൻ വേണ്ടി ദൂരെ നിന്ന് വരുന്നവരായിരിക്കാം അവർ. ഈ വിശാലമായ റോഡിൻ്റെ ഇരു സൈഡുകളിലും പൊങ്കാല അർപ്പിക്കുന്ന നൂറുകണക്കിന് ഭക്തജനങ്ങൾ നമുക്ക് വഴിയിൽ കാണാം. പൊങ്കാല അർപ്പണത്തിന് ശേഷം ഇന്ന് കാർത്തികയാണല്ലോ. കാർത്തിക സ്തംഭം കത്തിക്കുന്ന ചടങ്ങുകളുണ്ട്. ദേവിയുടെ ഉടയാട ഈ കാണുന്നത് ദേവിയുടെ 1 വർഷം ഉപയോഗിച്ച ഉടയാടയാണ്. ഇത് പരിപൂർണമായിട്ടും ഒരു കാർത്തിക സ്തംഭത്തിൽ ചുറ്റിയിട്ട് അത് ദീപാരാധനയ്ക്ക് ശേഷം കത്തിക്കുന്ന ഒരു ബൃഹത്തായ ചടങ്ങുണ്ട്. എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും ദേശക്കാരുടെയും എല്ലാം മാറാൻ വേണ്ടി ചെയ്യുന്ന ദുഷ്ടശക്തികളെല്ലാം അകന്നുപോയി അമ്മയുടെ കടാക്ഷമുണ്ടാകാൻ വേണ്ടി ചെയ്യുന്ന അതിമഹത്തരമായൊരു ചടങ്ങാണ് ഈ കാർത്തിക സ്തംഭം കത്തിക്കുക എന്നുള്ളൊരു ചടങ്ങ്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ആ ഇപ്പോൾ അന്തരീക്ഷം വളരെ കാറ്റില്ലാത്തൊരു സമയമായതുകൊണ്ട് തിങ്ങി നിറഞ്ഞ പുകയാണ്. ശ്വസിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. നീറി പുകയുന്ന ഈ അവസ്ഥയിൽ അവരുടെ നീറിൻ്റെയും അതിൽ നിന്ന് മനസ്സിൽ നിന്ന് വരുന്ന വേദനയും തിങ്ങി നിറഞ്ഞ വേദനയും എല്ലാം കൂടി അണപൊട്ടി ഒഴുകുന്ന വേദനയോടാണ് അവർ ഓരോ സ്ത്രീകളും സ്വന്തം കുടുംബത്തിനു വേണ്ടി ഇവിടെ വന്ന് അമ്മയുടെ തൃപ്പാദങ്ങളിൽ പൊങ്കാലയിട്ട് അർപ്പിക്കുന്നത്. അവർക്കെല്ലാം തീർച്ചയായും അമ്മ മഹാമായ ചക്കുളത്ത് കാവിലമ്മ വേണ്ട സൗഭാഗ്യങ്ങളും സായുജ്യങ്ങളും എല്ലാം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ആൾക്കാർ ചക്കുളത്തമ്മയുടെ തിരുമുമ്പിൽ വന്ന് പൊങ്കാലയിടുന്നത്. അമ്മേ ശരണം, ദേവീ ശരണം. ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടം മുഴുവൻ പൊങ്കാല അടുപ്പുകളാണ്. ഇവിടെ ഈ നടന്നു പോകുന്ന വഴിയിലും ചുറ്റുവട്ടം കംപ്ലീറ്റ് പൊങ്കാല അടുപ്പുകളാണ്. അവിടെ തിങ്ങി നിറയുന്ന സ്ത്രീജനങ്ങളെ നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു ഇവിടെ ജാതിയോ മതമോ ഇല്ലെന്നാണ് തോന്നുന്നത്. പലതരത്തിലുള്ള സ്ത്രീകൾ ഇവിടെ വന്ന് പൊങ്കാലയിടുന്നതായിട്ട് നമുക്ക് കാണാം. പല മതത്തിൽപ്പെട്ടവർ, അതിൽ സ്ത്രീകൾ, വനിതകൾ, പ്രായമുള്ളവർ എല്ലാം വന്ന് അമ്മയുടെ കാൽക്കൽ ഈ പൊങ്കാലയ്ക്ക് മുമ്പിൽ അർപ്പിക്കുകയാണ്. സ്വന്തം മനസ്സും ശരീരവും ഭഗവതി കടാക്ഷിച്ചു കൊള്ളുമെന്ന വിശ്വാസമാണ് എല്ലാവർക്കും. അതുതന്നെയാണ് അത്ഭുതം. ഓരോ സ്ത്രീകളും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. 8 വർഷം, 10 വർഷം, 15 വർഷം അങ്ങനെ പൊങ്കാലയിടുന്ന സ്ത്രീജനങ്ങളാണ്. ഒരു കൃത്യമായിട്ട് അവർ ഇവിടെ എത്തിച്ചേരുകയും ഈ പൊങ്കാല ഇവിടെ അർപ്പിക്കുകയും ചെയ്യുന്നു. അമ്മയുടെ കടാക്ഷം ഓരോ വർഷവും ചെല്ലുന്തോറും അവർക്ക് ലഭിക്കുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഈ കാണുന്ന റോഡിൻ്റെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞ സ്ത്രീകളാണ്. പൊങ്കാല ഇട്ടതിന് ശേഷം നിവേദ്യം തളിക്കാൻ വേണ്ടി ഈ പുണ്യാഹം ദേവിയുടെ പൂജ നടത്തിയ പുണ്യാഹം തളിച്ചതിനും ശേഷം മാത്രമേ ഈ പൊങ്കാല അടുപ്പിൽ നിന്ന് ഇവർ എടുത്തു സ്വന്തം ഭവനങ്ങളിലേക്ക് മടങ്ങും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഈ കാണുന്ന വഴിയോരങ്ങളിലെല്ലാം പൊങ്കാല ഇരുവശങ്ങളിലുമുണ്ട്. ഇതിപ്പോൾ അമ്പലപ്പുഴ ഇടത്വ റോഡിലാണ്. ഇതിപ്പോൾ ഏകദേശം തകഴി വരെ ഈ പൊങ്കാല അടുപ്പുകൾ നമുക്ക് 2 സൈഡിലുമായിട്ട് കാണാൻ കഴിയും. അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. മഴ ഉണ്ടായിട്ട് പോലും ഇത്രയ്ക്കും തിരക്കായിരുന്നു. മഴയില്ലാത്തൊരു സമയത്തായിരുന്നെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ ഇരട്ടി ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നേ. ഈ പൊങ്കാല അടുപ്പുകൾ സാക്ഷിയാണ്. അടുത്ത വർഷവും അമ്മയ്ക്ക് പൊങ്കാല അടുപ്പിക്കാൻ ഞങ്ങളെത്തും തീർച്ച.